നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇലക്ട്രോണിക് ഇൻവോയ്സിംഗ് സംവിധാനം നടപ്പിലാക്കുന്നതിൽ വീഴ്ച വരുത്തുന്ന കമ്പനികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് UAE. നിയമം ലംഘിക്കുന്നവർക്കെതിരെ 100 ദിർഹം മുതൽ 5000 ദിർഹം വരെയുള്ള പിഴ ചുമത്തും. ഇത് സംബന്ധിച്ച ഉത്തരവ് ധനകാര്യ മന്ത്രാലയം പുറത്തിറക്കി. ഈ ഇൻവോയ്സിംഗ് സംവിധാനം നടപ്പിലാക്കുന്നതിൽ കമ്പനി പരാജയപ്പെടുക, സമയപരിധിക്കുള്ളിൽ ഒരു അംഗീകൃത സേവനദാതാവിനെ നിയമിക്കാതിരിക്കുക, സമയപരിധിക്കുള്ളിൽ ഈ ഇൻവോയ്സിംഗ് സംവിധാനം വഴി സ്വീകർത്താവിന് ബിൽ കൈമാറാതിരിക്കുക തുടങ്ങിയ കുറ്റങ്ങൾക്ക് 5000 ദിർഹം വരെ പിഴ ഈടാക്കും. വിവിധ തരത്തിലുള്ള ഇലക്ട്രോണിക് കാർഡുകൾ വിൽപ്പന നടത്തുന്ന കമ്പനികൾക്ക് കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്തി കുവൈത്ത്. ഇനി മുതൽ ഈ കാർഡുകൾ വിൽക്കുന്നതിന് മുൻപ് അത് വാങ്ങുന്ന വ്യക്തികളുടെ ഐഡന്റിറ്റി പരിശോധിച്ച് ഉറപ്പുവരുത്തണം. കാർഡുകളും റീചാർജ് കൂപ്പണുകളും വിൽക്കുന്ന വെബ്സൈറ്റുകളും ആപ്ലിക്കേഷനുകൾ പ്രവർത്തിപ്പിക്കുന്ന കമ്പനികളോടും സ്ഥാപനങ്ങളോടും പുതിയ നിയമം നടപ്പിലാക്കാൻ സർക്കാർ നിർദ്ദേശം നൽകി. വാട്സാപ്പ് ഹാക്ക് ചെയ്ത ശേഷം പണം തട്ടിയെടുക്കുന്ന സംഭവങ്ങൾ വർദ്ധിക്കുന്നതായി ബഹ്റൈൻ അധികൃതർ. പരിചയക്കാരുടെയും ബന്ധുക്കളുടെയും വാട്സപ്പ് നമ്പറിലൂടെയുള്ള സന്ദേശം അയക്കുകയും വ്യക്തിഗത വിവരങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തേക്കാം. ഇത് തട്ടിപ്പല്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ വിവരങ്ങൾ നൽകാൻ പാടുള്ളൂ എന്നും അധികൃതർ ഓർമ്മപ്പെടുത്തി. കൂടുതൽ വാർത്തകൾക്ക് വേണ്ടി കേൾക്കൂ നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ഗൾഫ് അപ്ഡേറ്റ്സ്.